നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ജോലി തട്ടിപ്പിനിരയായി 30-ലേറെ മലയാളികൾ ഷാർജയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഷാർജ റോളയിലെ പഴയൊരു കെട്ടിടത്തിലെ ചെറിയ മുറിയിൽ ഭക്ഷണമോ എയർ കണ്ടീഷണറോ ഇല്ലാതെ തിങ്ങി ഞെരുങ്ങി കഴിയുകയാണ് ഇവർ. തിരുവനന്തപുരം വർക്കല സ്വദേശികളെയാണ് ഷാർജയിൽ പുതുതായി ആരംഭിച്ച ഐസ്ക്രീം കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപ നാട്ടുകാരനായ അസീം കൈക്കലാക്കി വിമാനം കയറ്റിവിട്ടു എന്ന തരത്തിലായിരുന്നു പുറത്തുവന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ താനല്ല യുവാക്കളുടെ പണം തട്ടിയെടുത്ത് ഇവരെ UAE-യിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് യുവാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്ന വർക്കല ചിലക്കൂർ ഗ്രാലിയിൽ അസീം ജലാൽ. മലപ്പുറം അരീക്കോട് സ്വദേശി മുഹമ്മദ് ഹനീഫ എന്നയാളാണ് പണം തട്ടിയെടുത്തത് എന്നും ഇയാളെ വിശ്വസിച്ചു പോയതിൽ തന്റെ ബന്ധുക്കളുടെ 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അബുദാബിയിൽ സ്വദേശി വീട്ടിൽ ഡ്രൈവറായ അസീം ജലാൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജോബ് സർവീസ് നടത്തുന്നു എന്നവകാശപ്പെടുന്ന ഒരു വെബ്സൈറ്റ് നടത്തുന്ന പരിചയക്കാരനായ മുഹമ്മദ് അലി എന്നയാളാണ് ഈ വർഷം മാർച്ചിൽ മുഹമ്മദ് ഹനീഫയെ അസീമിനെ പരിചയപ്പെടുത്തിയത്. മുഹമ്മദ് ഹനീഫയും മറ്റൊരാളും ചേർന്ന് UAE ഫുഡ് സ്റ്റാഫ് ഐസ്ക്രീം വിതരണ കമ്പനി തുടങ്ങുന്നുവെന്നും തനിക്ക് അറിയാവുന്നയാളായതുകൊണ്ട് വിശ്വസിക്കാമെന്നും പറഞ്ഞതോടെ ഇയാളുമായി ബന്ധപ്പെട്ടു. അസീമിന്റെ 2 അമ്മാവന്മാർക്കായിരുന്നു ജോലി ആവശ്യമുണ്ടായിരുന്നത്. ജോലി ലഭിക്കാൻ 70,000 രൂപ വീതമാണ് മുഹമ്മദ് ഹനീഫ ആവശ്യപ്പെട്ടത്. പ്രതിമാസം വിസ, വിമാന ടിക്കറ്റ്, 25,000 ദിർഹം ശമ്പളം, 2,500 ദിർഹം ശമ്പളം, താമസം, ഭക്ഷണം എന്നിവയെല്ലാം ലഭിക്കുമെന്നും പറഞ്ഞപ്പോൾ മറ്റൊന്നും ഇവർ ആലോചിക്കാതെ പണം നൽകി. കൂടുതൽ ആളുകളെ കമ്പനിയിലേക്ക് ആവശ്യമുണ്ടെന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണമെന്നും കൂടി മുഹമ്മദ് ഹനീഫ അറിയിച്ചു. ഇതനുസരിച്ചാണ് ജലാൽ നാട്ടിലെ പരിചയക്കാരോടൊക്കെ ജോലിക്കാര്യം പറയുന്നത്. തുടർന്നാണ് വർക്കലയിലും പരിസരത്തുമായി മത്സ്യബന്ധനം, വെൽഡിംഗ്, ഓട്ടോ ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഈ യുവാക്കളെല്ലാം ജോലി ആവശ്യപ്പെട്ട് എത്തിയപ്പോൾ അവരിൽ നിന്ന് പണം വാങ്ങി തന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിരുന്നു മുഹമ്മദ് ഹനീഫ അസീമിനോട് നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് 32ഓളം പേർ 90,000 രൂപ മുതൽ 1,30,000 രൂപ വരെ നൽകി. ഇതെല്ലാം ഉടൻ തന്നെ മുഹമ്മദ് ഹനീഫയുടെ അക്കൗണ്ടിലേക്ക് ജലാൽ അയച്ചു കൊടുക്കുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള മുഹമ്മദ് ഹനീഫയുടെ തന്ത്രമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയതായി അസീം ജലാൽ പറയുന്നു. യുവാക്കളുടെ കണ്ണിൽ താൻ കുറ്റക്കാരനായെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പണം കൈമാറിയതിന്റെ തെളിവ് തന്റെ പക്കലുണ്ടെന്നാണ് ജലീൽ പറയുന്നത്. UAE-യിലേക്ക് എത്തിയ യുവാക്കളെ അസീമിന്റെ സംഘത്തിൽപ്പെട്ട ഇസ്മായിൽ എന്നയാളാണ് ഷാർജ റോളയിലെ കുടിസുമുറിയിൽ എത്തിച്ചത്. തുടർന്ന് എല്ലാവരുടെയും പാസ്പോർട്ട് ഇയാൾ വാങ്ങി വെക്കുകയായിരുന്നു. ആദ്യ ദിനം ഭക്ഷണവും മറ്റും കൃത്യമായി നൽകി. പിന്നീട് ഇതും ഇല്ലാണ്ടായി. 8 പേർക്ക് കിടക്കാനുള്ള ഡബിൾ ഡെക്കർ കട്ടിൽ മാത്രമുള്ള ഇവിടെ ഇപ്പോൾ 30ഓളം പേരാണ് അന്തി ഉറങ്ങുന്നത്. എന്നാൽ നാളുകൾ കഴിയവേ ഐസ്ക്രീം കമ്പനിയിലെ ജോലിയെക്കുറിച്ചോ മറ്റോ ഇസ്മായിലോ ഇയാളുടെ കൂട്ടാളികളോ യാതൊന്നും തന്നെ ഈ യുവാക്കളോട് പറഞ്ഞില്ല. ഇതോടെ ആശങ്കയിലായ യുവാക്കൾ ഇത് ചോദിക്കുമ്പോഴൊക്കെ ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നായിരുന്നു ഇസ്മായിൽ നൽകുന്ന മറുപടി. നാട്ടിലുള്ള അസീമിനെ ബന്ധപ്പെട്ടപ്പോൾ ആകട്ടെ ആദ്യമൊക്കെ ഉടൻ ജോലി ശരിയാകുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇസ്മായിലിനെ സമീപിച്ച് ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ തന്ന പണം തിരിച്ചു തരിക എന്ന് എല്ലാവരും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഇതോടെ കുടുക്കിലായ ഇസ്മായിലിന്റെ വാഗ്ദാനമായിരുന്നു കേരളത്തിലേക്ക് സ്വർണ്ണക്കടത്ത് നടത്തിയാൽ വിമാന ടിക്കറ്റും 15,000 രൂപയും നൽകാമെന്നത്. ഇതോടെ ഇസ്മായിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘാംഗമാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലെന്ന് എല്ലാവരും തറപ്പിച്ച് പറഞ്ഞതോടെ അരിശം പൂണ്ട ഇസ്മായിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും എല്ലാവരെയും ഇറക്കിവിട്ട് മുറി പൂട്ടി സ്ഥലം വിടുകയായിരുന്നു. സംഭവം മാധ്യമങ്ങളെ അറിയിക്കുമെന്നായപ്പോൾ മറ്റൊരു കുടിസുമുറിയിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. എന്തായാലും ഇവർക്കിപ്പോൾ സന്നദ്ധ സംഘടനകൾ ഭക്ഷണമൊക്കെ എത്തിച്ച് നൽകുന്നുണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.